ഈ വലിയ മനുഷ്യനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് MLA ആയപ്പോൾ ഞാൻ വന്നു കണ്ട ഏറ്റവും വലിയ നേതാവ് VS ആണ്. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അദ്ദേഹത്തെ കാലിൽ ബയണറ്റ് കൊണ്ട് കുത്തി പാടുണ്ട്, കുത്തി കയറ്റിയിട്ടുണ്ട് എന്ന് പോലീസ് ഓഫീസർമാരെന്ന് മനസ്സിലാക്കി. ഞാൻ അദ്ദേഹത്തെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, സഖാവേ, കാലിൽ ബയണറ്റ് കൊണ്ട് കുത്തി എന്ന് പറഞ്ഞ് ശരിയാണോ? എടോ, അത് താൻ ഇപ്പോഴാണോ ചോദിക്കുന്നത്? ഇത് കണ്ടോ എന്ന് പറഞ്ഞ് നേരെ കസേരയിൽ കാല് നേരെ എനിക്ക് കാലെടുത്ത് വെക്കാൻ പറ്റില്ല. അദ്ദേഹം കാലെടുത്ത് കസേര വെച്ച് നോക്കിയപ്പോൾ കാലിൽ ആ ബയണറ്റ് കുത്തിയ പാടുണ്ട്. അങ്ങനെ എൻ്റെ നാട്ടിൽ വെച്ചാണല്ലോ ഈ നാടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരു പാവപ്പെട്ട നല്ലവനായ സഖാവിന് ഭീകരമായ മർദ്ദനവും ബാനറ്റ് കുത്തിക്കെട്ടിയുള്ള അപകടമൊക്കെ ഉണ്ടായത് ഭീകരമായ ആക്രമണമല്ലേ എന്ന ചിന്തയാണ് അദ്ദേഹത്തെ എനിക്ക് കൂടുതൽ ബഹുമാനം തോന്നാൻ ഇടയാക്കിയ സാഹചര്യം. ഞാൻ അദ്ദേഹത്തെ ഒരു പ്രതിപക്ഷം എന്തായാലും വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഷാജഹാൻ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആദ്യം മൂന്നാർ ഞാൻ ഒരു കത്ത് കൊടുത്തു. സഖാവേ, മൂന്നാറ് എന്നാണ് പേര്, മൂന്നാറുള്ളതുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ ഒരാറേ കാണാനുള്ളൂ, ബാക്കി 2 ആറേ അവിടെ പോയി നമുക്ക് പരിശോധിക്കണമല്ലോ എന്ന് പറഞ്ഞു. VS നോക്കട്ടോ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, ഇന്ന ദിവസം മൂന്നാറിന് പോയേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് VS-നോടൊപ്പം ഞാൻ മൂന്നാറിലെത്തിയെന്നും ഷാജഹാനുണ്ട്. അവിടെ ചെന്ന് കണ്ടു എന്ന് മാത്രമല്ല, ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബോർഡുണ്ട്, സ്ഥലമില്ല വേറെ ആമ്പിളറുടെ കയ്യിൽ, എന്നതൊക്കെ തിരിച്ചെടുത്തു. അങ്ങനെ ഇന്നിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് സ്ഥലം വന്നത്, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കയ്യിലേക്ക് സ്ഥലം വന്നുമൊക്കെ ഞങ്ങൾ അന്ന് യാത്ര ചെയ്തപ്പോൾ VS തിരിച്ചു കൊടുത്തതാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മതികെട്ടാൻ മല, എൻ്റെ നാട്ടുകാർ പൂഞ്ഞാറിൽ നിന്നുള്ള ചില ആളുകൾ ഉൾപ്പെടെ അഹങ്കരിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ 200 ഏക്കർ കയ്യേറി, 300 ഏക്കർ കയ്യേറി, ഞാൻ പോയിട്ടില്ലാത്ത സ്ഥലമാണ്. VS-ൻ്റെ അടുത്ത് കൊണ്ടുപോയി ഞാൻ എഴുതി കൊടുത്തു, സഖാവേ, ഇങ്ങനെ മതികെട്ടാൻ എന്നൊരു സ്ഥലത്ത് ഇത്രയാത്രം ഭൂമി കയ്യേറ്റം നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്, പേര് വെച്ച് ഞാൻ പറഞ്ഞു, എഴുതി കൊടുക്കാമെന്ന് ഞാൻ എഴുതി കൊടുത്തു. അതിന് 2-3 ദിവസം കഴിയുമ്പോൾ VS വിളിച്ചു, എടോ, നമുക്ക് മതികെട്ടാൻ പോയി കളയാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് മതികെട്ടാൻ മലയിൽ പോകാനായിട്ട് ഞാൻ ചെന്നു. ഞാൻ അദ്ദേഹത്തോടൊപ്പമാണ് ഞാൻ പോയത്. എനിക്ക് അല്പം തോന്നുന്നു, അദ്ദേഹത്തൊക്കെ എത്രയോ ചെറുപ്പമാണ് ഞാൻ. പക്ഷേ അദ്ദേഹം മുണ്ട് പൊക്കി പിടിച്ച് നേരെ നടന്ന് കയറുക, ഭയങ്കര മലയാണ്. ഞാൻ മടുത്ത് ഒരു മരത്തെ ചാരി ഇങ്ങനെ ഇരിക്കുക കതച്ച്. ഒരു 10-30 അടി കൂടെ ചെന്ന് കഴിഞ്ഞിട്ട് VS തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ കണ്ടില്ല. ഉടനെ പുള്ളി അതിനെ ചോദിച്ച്, വാടോ, ഇത് നാണക്കേടാണെന്ന് പറയും. ഞാൻ നാണക്കേടാണോ കൊണ്ട് ഓടി അദ്ദേഹത്തിന് ഒപ്പം എത്തി. ആ മതികെട്ടാൻ മലയിൽ 1000 കൂടുതൽ ഏക്കർ സ്ഥലമാണ് കയ്യേറിയിരുന്നത്. അത് മുഴുവൻ നോക്കി കണ്ടു എന്ന് മാത്രമല്ല, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി ആ 1000 ഏക്കർ സ്ഥലവും തിരികെ പിടിച്ചു. അവിടെ കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചത് വലിയ കയ്യേറ്റക്കാരെ, പേരൊന്നും പറഞ്ഞ ആരെയും അപമാനിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എല്ലാവരും ഒഴിവാക്കി സർക്കാരിൻ്റെ പുറത്താക്കി. ഇന്നും അത് വലിയ വനമേഖലയായി തുടരുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. വളരെയേറെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജീവിച്ച ഒരു വലിയ മനുഷ്യനാണ് VS. ഒരു സംശയം വേണ്ട, VS-നെ പോലെ മറ്റൊരു നേതാവ് ഇനി ഉണ്ടായി വരും എന്ന് കരുതാൻ കഴിയില്ല. കാരണം അങ്ങനെ കഴിയില്ല എന്ന് പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷേ പറയുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ വരുന്ന തലമുറയ്ക്ക് ഈനം സേവനത്തെപ്പറ്റിയോ ജനകീയ പ്രശ്നങ്ങളെപ്പറ്റിയോ ഒന്നും ചിന്തയില്ല. അവർക്കെല്ലാം അവരവരുടേതായ കാര്യങ്ങളും മൊബൈൽ സംവിധാനവും ആ ഇടപാടുകളായി പോകുന്ന കാലഘട്ടമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് വളർന്നു വരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചത്.